വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. നെക്സ്റ്റ് വരുന്നതാണ് പെർക്യുസൈറ്റ്സ്. സോ പെർക്യുസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നോൺ ക്യാഷ് ബെനിഫിറ്റ്സിനെയാണ് നമ്മൾ പെർക്യുസൈറ്റ്സ് എന്ന് കൊടുക്കുന്നത്. അതായത് എംപ്ലോയീസിന് വന്നിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കാതെ ക്യാഷിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് പെർക്യുസൈറ്റ്സ്. എന്തെങ്കിലും ബെനിഫിറ്റ്സ് ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട് അക്കോമഡേഷൻസ്, ഫുഡ് അക്കോമഡേഷൻസോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാനുള്ള അക്കോമഡേഷൻസോ അതൊക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പെർക്യുസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് പെർക്യുസൈറ്റ്സിൽ വന്നിട്ട് ടൈപ്സ് ഓഫ് പെർക്യുസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിലും 3 എണ്ണമാണ്. പെർക്യുസൈറ്റ്സ് ടാക്സബിൾ ഇൻ ഓൾ കേസസ്, പെർക്യുസൈറ്റ്സ് ടാക്സബിൾ ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്, ദെൻ ടാക്സ് ഫ്രീ പെർക്യുസൈറ്റ്സ്. അങ്ങനെ 3 ടൈപ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് ടാക്സ് ഫ്രീ പെർക്യുസൈറ്റ്സ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഓൾ എംപ്ലോയീസ്, എല്ലാ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആണ്. അതായത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനും കൊടുക്കേണ്ടതാണ് ഇത്. ഇതിലെന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറയുമ്പോൾ വേർ ദ അക്കോമഡേഷൻ ഇസ് പ്രൊവൈഡഡ് ടു സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കുന്നത്. വേർ അക്കോമഡേഷൻ ഇസ് അൺഫേർണിഷ്ഡ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കുക. ദെൻ അക്കോമഡേഷൻ ഇസ് ഫേർണിഷ്ഡ് ആണെങ്കിൽ 10% ഓഫ് കോസ്റ്റ് ഓഫ് ഫേർണിച്ചർ ആണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫേർണിച്ചർ ഹയർഡ് ആണെങ്കിൽ ലൈസൻസ് ഫീ എന്നാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇത് എന്താന്ന് മാത്രം നോക്കി വെക്കുക. ഓക്കെ, അല്ലാതെ ഇതിൽ കൂടുതൽ പ്രോബ്ലം ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് എന്താന്ന് നോക്കി വെക്കുക. ദെൻ കേസ് 2 എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിനുള്ളതാണ്. അതെന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ അത് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അൺഫേർണിഷ്ഡ് ആൻഡ് അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് 3 കേസസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് വന്നിട്ട് 50% ഓഫ് സാലറി ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് 25 lakh, അതായത് 25 lakh ഉള്ള സിറ്റീസിലാണ് അയാൾ ജീവിക്കുന്നതാണെങ്കിൽ എന്തായിരിക്കും, സാലറിന്ന് 50% ആയിരിക്കും. അല്ലാതെ എക്സീഡിങ് 10 lakh ഉള്ള സിറ്റീസിലും നോട്ട് എക്സീഡിങ് 25 lakh ആണെങ്കിൽ 10% ആയിരിക്കും. ബിലോ 10 lakh ആണെങ്കിൽ 7.5% ആയിരിക്കും സാലറിന്ന് പിടിക്കുന്നത്. അപ്പൊ ഇത്രയാണ് 3 കേസസ്. 15 അതായത് 25 lakh കൂടുതലാകുമ്പോൾ 10% ബിലോ 25 lakh ആൻഡ് അബോവ് 10 lakh, ദെൻ 7.5 ബിലോ 10 lakh. അപ്പൊ ഇത്രയാണ് 3 കേസസ് വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് വാലുവേഷൻ ഓഫ് മോട്ടോർ കാർ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് വരുന്നതാണ് കാർ ഇസ് ഓൺഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദ എംപ്ലോയി. അതായത് കാർ വന്നിട്ട് ഓൺ ചെയ്യുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എംപ്ലോയർ ആണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ കാർ ഇസ് യൂസ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺലി ഫോർ ഒഫീഷ്യൽ പേർപ്പസിനാണെങ്കിൽ നോട്ട് ടാക്സബിൾ ആണ്. കാർ ഇസ് യൂസ്ഡ് ബൈ എംപ്ലോയി ഓൺലി ഫോർ പേഴ്സണൽ പേർപ്പസിനാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്ച്വൽ എക്സ്പെൻസ് ബൈ എംപ്ലോയർ പ്ലസ് ഡ്രൈവറിന്റെ സാലറി, അതിന്റെ കൂടെ ഡിപ്രീസിയേഷൻ അറ്റ് 10% ഓഫ് സാലറി, അങ്ങനെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് കാർ ഇസ് യൂസ്ഡ് ഫോർ ബോത്ത് ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പേർപ്പസിനാണെങ്കിൽ സ്മാൾ കാറിനാണെങ്കിൽ അത് 1.6 ലിറ്റർ കപ്പാസിറ്റി ആണെങ്കിൽ 1800 പെർ മന്തും ദെൻ 900 പെർ മന്ത് വന്നിട്ട് ഡ്രൈവറിനായിരിക്കും. ദെൻ ബിഗ് കാർ ആണെങ്കിൽ 1.6 ലിറ്റേഴ്സിന്റെ എബോ ആണെങ്കിൽ 2400 പെർ മന്തും ഡ്രൈവറിന് വന്നിട്ട് 900 പെർ മന്തുമാണ് കൊടുക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് കേസ് വന്നിട്ട് കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയർ ബട്ട് മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയി ആണെങ്കിൽ പേഴ്സണൽ പർപ്പസിനാണെങ്കിൽ ഒഫീഷ്യൽ പേർപ്പസിനാണെങ്കിൽ ടാക്സബിൾ അല്ല. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ എംപ്ലോയർ ഓൺലി ഫോർ പേഴ്സണൽ പേർപ്പസ് ആണെങ്കിൽ സെയിം അതിന് പറഞ്ഞ പോലെ തന്നെ പേഴ്സണൽ പേർപ്പസിനും ഒഫീഷ്യൽ പേർപ്പസിനും യൂസ് ചെയ്യുകയാണെങ്കിൽ സ്മാൾ കാർ ആണെങ്കിൽ 1.6 ലിറ്റർ കപ്പാസിറ്റി ആണെങ്കിൽ 600 പെർ മന്തും 900 പെർ മന്ത് ഡ്രൈവറിനും. ബിഗ് കാർ ആണെങ്കിൽ 1.6 ലിറ്ററിന്റെ മോർ ആണെങ്കിൽ 900 പെർ മന്തും ദെൻ 900 ഫോർ ഡ്രൈവേഴ്സിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ദെൻ തേർഡ് കേസ് കാർ ഇസ് ഓൺഡ് ബൈ ദ എംപ്ലോയി ബട്ട് മെയിൻറ്റെയിൻഡ് ബൈ ദ എംപ്ലോയർ ആണെങ്കിൽ തേർഡ് കേസിലാണ് നമുക്ക് ഇവിടെയും ചേഞ്ചസ് വരുന്നത്. കാർ ഇസ് യൂസ്ഡ് ബോത്ത് ഫോർ പേഴ്സണൽ ആൻഡ് ഒഫീഷ്യൽ പേർപ്പസിനാണെങ്കിൽ സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്തും ദെൻ ഡ്രൈവറിന് വന്നിട്ട് 900. ബിഗ് കാർ ആണെങ്കിൽ 2400 പെർ മന്ത് കാറിനും 900 പെർ മന്ത് ഡ്രൈവറിനായിരിക്കും. അപ്പോൾ ഇതിൽ എല്ലാത്തിലും സെയിം വരുന്നത് എന്താണ്, ഡ്രൈവറിന് 900 രൂപ കൊടുക്കണം എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് കേസാണ് കാർ ഇസ് ഓൺഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ എംപ്ലോയി ആണെങ്കിൽ കാർ യൂസ്ഡ് ഫോർ എനി പേർപ്പസ് ഇസ് നോട്ട് ടാക്സബിൾ ആണ്. ഏത് പേർപ്പസിനെ യൂസ് ചെയ്താലും അത് ടാക്സബിൾ അല്ല. ദെൻ വെൻ മോർ ദാൻ 1 കാർ ഇസ് പ്രൊവൈഡഡ്, ഒരു കാറിന്റെ മുകളിലായിരിക്കും കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1 കാർ ഷാൽ ബി ടേക്കൺ ആസ് കാർ പ്രൊവൈഡഡ് പാർട്ട്ലി ഫോർ ഓഫീസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പേർപ്പസ് ആണെങ്കിൽ 1800 ഓർ
1800 or 2400 പെർ മന്ത് ആണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഫോർ ദ അതർ കാസ്റ്റിനാണെങ്കിൽ കാൽക്കുലേറ്റഡ് as കാസ്റ്റ് ഓർ പ്രൊവൈഡഡ് എക്സ്ക്ലൂസീവ് പ്രൈവറ്റ് പേർപ്പസിനൊക്കെയാണ് നമ്മൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇത്ര കേസാണ് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമുക്കിതിലൊരു പ്രോബ്ലം വരുന്നുണ്ട്. Mr. P2 has been provided a car 1.5 liter on 15 July 2021. The cost of car to the employer was 5 lakh and maintenance cost incurred by the employer 30,000 per month. Then driver's salary paid by the employer 3,500 per month. Then the car is 40% used for office purpose and 60% for personal purpose. Charges paid by the employee for the such facility 8,000 per annum. Find taxable values of perquisites എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് 1.5 ലിറ്റർ ആണ്. അപ്പോൾ എന്താ കാർ എന്ന് പറയുന്നത് സ്മോൾ കാറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോത്ത് പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വേറെ കുറേ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്രയാണ് യൂസ് ചെയ്യുന്നത്? സ്മോൾ കാറാണ്. അതെന്ന് പറയുമ്പോൾ 1800 ആയിരിക്കും നമ്മൾക്ക് വരുന്നത്. ദെൻ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പെർ ആനം ആണ് നമ്മൾക്ക് 1800 വരുന്നത് അല്ലേ. അപ്പോൾ ഒരു മന്തിനായിരിക്കും നമ്മൾക്ക് 1800 എന്ന് വരുന്നത്. അപ്പോൾ 12 മന്തിന് എത്ര എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷെ ഇവിടെ 12 മന്ത് അല്ല, ബിക്കോസ് ഇവിടെ എത്രയാ പറയുന്നത്? 15/7/2021, അതായത് ജൂലൈ മുതലാണ് അയാൾ അവിടെ കാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന തേർഡ് ടൈപ്പാണ് ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സിൽ വരുന്നതാണ് മെഡിക്കൽ ബെനിഫിറ്റ്സ്, ടീ ഓർ സ്നാക്സ് പ്രൊവൈഡഡ് ഫോർ ദ ഫ്രീ ടൈം, ദെൻ റെസിഡൻഷ്യൽ അക്കോമഡേഷൻ, എക്സ്പെൻസസ് ഓൺ ടെലിഫോൺ, ദെൻ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ദെൻ സ്കോളർഷിപ്പ് ടു എംപ്ലോയീസ്. അങ്ങനെ ഒരു 18 പറയുന്നുണ്ട്. സോ അതിലൊരു 10-15 പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പെർക്വിസൈറ്റ്സിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. സോ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുമ്പോൾ ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ ആൻ അസസി ഫ്രം ഹിസ് എംപ്ലോയർ ഓർ ഫോർമർ എംപ്ലോയർ അറ്റ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ ടെർമിനേഷൻ ഓർ ദ മോഡിഫിക്കേഷൻ ഓഫ് ദ ടേം. അതായത് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത് ഒരു എംപ്ലോയി വന്നിട്ട് തന്റെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ടെർമിനേഷൻ ആയി പോകുന്ന സമയത്തോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ സംഭവിക്കുന്ന സമയത്തോ കിട്ടുന്നത് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് എനി പേയ്മെന്റ് ഡ്യൂ ടു ഓർ റിസീവ്ഡ് ബൈ ആൻ അസസി ഫ്രം ദ എംപ്ലോയർ ഓർ ദ ഫോർമർ എംപ്ലോയർ. ദെൻ എനി എമൗണ്ട് റിസീവ്ഡ് ഇൻക്ലൂഡിംഗ് ബോണസ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസിയിലൂടെ കിട്ടുന്നത്. ദെൻ എനി എമൗണ്ട് ഡ്യൂ ഓർ റിസീവ്ഡ് by an assessee from any person before his joining into employment with the person, then after cessation of the employment with the person. അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരുന്നത്. ദെൻ ചിലത് വന്നിട്ട് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ഇൻക്ലൂഡഡ് അല്ല. അതെന്തൊക്കെയാന്ന് വെച്ചാൽ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുറ്റി, then any payment from the salary PF or public provident fund, then any payment from a recognized PF, then house rent, conveyance allowance, traveling allowance, any payment received on encashment of earned leave or retirement, then other any payments. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു 12 പറയുന്നുണ്ട്, ഒരു 6-7 പഠിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പെർക്വിസൈറ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. സോ Provident fund means in order to encourage saving habit among employees, the government has set up various kinds of provident fund. അതായത് എംപ്ലോയിൻ്റെ സേവിങ്സ് കൂട്ടാനായിട്ട് ഓരോ കമ്പനീസും കൊണ്ടുവന്നതാണ് PF എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എംപ്ലോയിൻ്റെ മന്ത്ലി സാലറിയിൽ വന്നിട്ട് ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് പിടിച്ചിട്ട് ഇത്ര ഇയർ കഴിഞ്ഞിട്ട് അവർക്കത് റിട്ടേൺ ബാക്ക് ചെയ്യുന്നതിനെയാണ് പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും, ലൈക്ക് 50,000 or 80,000, അങ്ങനെ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ കൈൻഡ്സ് ഓഫ് പ്രോവിഡൻറ്റ് ഫണ്ട് പറയുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, റിക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, അൺറിക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്. സോ ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത് ഗവൺമെൻറ്റും സെമി ഗവൺമെൻറ് എംപ്ലോയീസിനും കൊടുക്കുന്നതിനെയാണ് നമ്മളുടെ സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് എംപ്ലോയീസിനായിരിക്കും ഇത് കിട്ടുന്നത്. ഇതിൽ വന്നിട്ട്
എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C അപ് ടു ആൻ ഓവറോൾ മാക്സിമം ഓഫ് 1,50,000 ആണ് നമ്മൾക്ക് സാലറിയിൽ നിന്ന് നമ്മൾക്ക് എടുക്കുന്നത്. ഇതാണ് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോട്ട് ടാക്സബിൾ ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ് എന്ന് പറയുന്നതും നോട്ട് ടാക്സബിൾ ആണ്. ദെൻ ലംസം റിസീവ്ഡ് വന്നിട്ട് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് വരുന്നത്. ദെൻ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് which has been expressly recognized by the Commissioner of Income Tax and established under the scheme framed under the Employees Provident Fund Act 1952 പറയുന്നത് തന്നെയാണ് നമ്മളുടെ റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഫ്രെയിംഡ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 ആണ് ഇത് ഫ്രെയിം ചെയ്തത്. ഇതിൽ വന്നിട്ട് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിം 80Cയിൽ 1,50,000 ആണ്. ദെൻ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ട് എക്സസ് ഓഫ് 12% ഓഫ് ദ എംപ്ലോയീസ് സാലറി ആണ്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലംസം എന്ന് പറയുന്നത് എക്സസ് ഓഫ് 9.5 ആണ്. ഹിസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 9.5 ആണ്. ദെൻ ലംസം റിസീവ്ഡ് വന്നിട്ട് നോട്ട് ടാക്സബിൾ ആണ്. ഇതിലും ലംസം റിസീവ്ഡ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് വിച്ച് ഇസ് നൈദർ സ്റ്റാറ്റ്യൂട്ടറി നോർ റിക്കഗ്നൈസ്ഡ് ആണ് നമ്മളുടെ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ട് നോട്ട് എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C പ്രകാരം വന്നിട്ട് നമുക്ക് ഡിഡക്ഷൻ ഇതിൽ കിട്ടത്തില്ല. ദെൻ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നോട്ട് ടാക്സബിൾ ആണ്. ലംസം റിസീവ്ഡ് വന്നിട്ട് എംപ്ലോയേഴ്സ് ഷെയർ ആൻഡ് ദർ ഇൻട്രസ്റ്റ് ഓൺ ദർ എംപ്ലോയേഴ്സിന്റെ ഷെയറിൽ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും ഇത് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആനുവൽ അക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫ് ദ എംപ്ലോയീസ് ഇസ് എക്സസ് 12% ഓഫ് എംപ്ലോയീസ് സാലറി ആൻഡ് ദ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ RPF ഇസ് എക്സസ് ഓഫ് 9.5. ഇതാണ് നമ്മളുടെ ആനുവൽ അക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിന് 12% ഓഫ് സാലറിയും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9.5ഉം റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ വരുന്നതാണ് ആനുവൽ അക്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ടൈം ഓഫ് റിക്കഗ്നൈസിംഗ് ആൻഡ് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ദ ബാലൻസ് ഓഫ് ദിസ് ഫണ്ട് ഇസ് ട്രാൻസ്ഫേർഡ് ടു RPS. ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫേർഡ് ബാലൻസ്. അതായത് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് വന്നിട്ട് നമ്മൾക്ക് കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മളുടെ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന് പറയുന്നത് അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആവുമ്പോൾ. ദെൻ ഇതിൽ വരുന്നതാണ് ഇതിലത്തെ പോർഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ടാക്സബിൾ എന്ന് പറയുമ്പോൾ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ദ അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ദെൻ ദ പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ദെൻ പ്രൊപ്പോർഷനേറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ് ടു അൺറിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ വന്നിട്ട് അണ്ടർ ദ ഹെഡ് ഇൻകത്തിലാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ. ദെൻ ഫോർത്ത് വരുന്നതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് ഈ സ്കീം വന്നിട്ട് 1968 വരുന്നത്. ഇതെന്ന് പറയുമ്പോൾ മിനിമം 500ഉം മാക്സിമം 1,50,000 ആണ് നമ്മൾക്ക്. നെക്സ്റ്റ് ഇതിലൊരു പ്രോബ്ലം പറയുന്നുണ്ട്. മിസ്സസ് സിത്താര is drawing 6,000 per month as salary from his employer. During the previous year, employer paid her as a bonus of 7,000. She contribute 15% of her salary to a provident fund. The employer also contribute the same amount. The amount of interest credited her provident fund at 10% was 500. Compute the taxable salary of Mrs. Sitara for the current assessment year. If contribution is made to statutory provident fund, then ബിയിൽ വന്നിട്ട് കോൺട്രിബ്യൂഷൻ ഇസ് മെയ്ഡ് ടു റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ് പറയുന്നത്. അതായത് മിസ്സസ് സിത്താരാന് വന്നിട്ട് 6,000 പെർ മന്ത് ആണ് സാലറി കിട്ടുന്നത്. അതിൽ വന്നിട്ട് ബോണസ് കൂടി പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുണ്ട്. ദെൻ സിത്താര കോൺട്രിബ്യൂട്ട് ചെയ്തത് 15% ആണ്. സാലറിത്തെ 15% ആണ് കോൺട്രിബ്യൂഷൻ ചെയ്തത് PF-ലോട്ട്. അതേപോലെ തന്നെ സെയിം പെർസെൻറ്റേജ് ആണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദെൻ ഇൻട്രസ്റ്റ് വന്നിട്ട് 10% ആണ്. അതെന്ന് പറയുന്നത് 500 ആണ്. അപ്പം നമ്മൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ബേസിസിലും റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ബേസിസിലും വന്നിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ
ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ വരുന്നതാണ് കോൺട്രിബ്യൂഷനിൽ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? സാലറി എന്ന് പറയുന്നത് 72,000 ആണ്. അതായത് 6,000 × 12 72,000 ആണ്. ദെൻ ബോണസ് കിട്ടിയത് 7,000 ആണ്. ബോണസ് കിട്ടിയത് അങ്ങനെ 79,000 ആണ് ടാക്സബിൾ സാലറി ആയിട്ട് വരുന്നത്. ഇതിൽ പ്രൊവിഡന്റ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമ്മൾ നോക്കിയിട്ടില്ല. ബിക്കോസ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നെ മറ്റുള്ളതൊക്കെ നോട്ട് ടാക്സബിൾ ആണ്. അതുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ ഇതാണ് നമ്മളുടെ ടാക്സബിൾ സാലറി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റിക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സാലറി കിട്ടിയത് 72,000. ദെൻ ബോണസ് 7,000. ദെൻ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ട് എക്സസ് ഓഫ് 12% ഓഫ് സാലറി ആണ്. 12% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 72,000 ഇൻറ്റു എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 12% ആണ്. പക്ഷെ നമ്മൾക്കിവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15% ആണ്. പക്ഷെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് എത്രയാണ്? 12% ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ടാക്സബിൾ ആവുന്നത് എത്രയാണ്? 3% ആണ്. സോ 72,000 ഇൻറ്റു 3/100. സോ നമ്മൾക്കിവിടെ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷനിൽ വരുന്നത് 2160 ആണ് വരുന്നത്. ദെൻ നമ്മൾക്ക് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ആൻഡ് RPF എത്രയാണ് പറയുന്നത്? 9.5 ആണ് നമ്മൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾക്ക് എത്രയാണ് പറയുന്നത്? പക്ഷെ നമ്മൾക്ക് ഇവിടെ വരുന്നത് എത്രയാണ്? 10% ആണ്. സോ നമ്മൾക്ക് ഇവിടെ എത്രയാണ് വരുന്നത്? 0.5% ആയിരിക്കും നമ്മൾക്ക് ഇവിടെ ടാക്സബിൾ. ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് ആൻഡ് RPF ഇസ് എക്സസ് ഓഫ് 9.5 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സസ് ആണ്. അപ്പോൾ 10% ആണ് പറയുന്നത്. സോ നമ്മൾക്കിവിടെ വരുന്നത് വന്നിട്ട് 0.5 ആണ്. ബിക്കോസ് നമ്മൾക്ക് 9.5 ആണ് നമ്മൾക്ക് വരുന്നത്. പക്ഷെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് 10% ആണ്. സോ ഇവിടെ എത്രയാണ് വരുന്നത്? 0.5 ആണ് നമ്മൾക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത്. സോ ഇതിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എമൗണ്ട് 10% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ആണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ദെൻ 9.5 ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 500 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 9.5 ചെയ്യുമ്പോൾ നമ്മൾക്ക് 475 ആണ് വരുന്നത്. സോ ആ 500 നിന്ന് ഈ 475 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സസ് വരുന്നത് 25 ആണ്. അപ്പോൾ ഈ 25 റുപ്പീസാണ് നമ്മൾക്കിവിടെ ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സാലറി ടാക്സബിൾ ആയിട്ട് വരുന്നത്. 72,000, 7,000, ദെൻ 2,000, 160, ദെൻ 225. അപ്പോൾ നമ്മൾക്ക് 185 ആണ് നമ്മൾക്ക് RPFൽ വന്നിട്ട് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രൊവിഡന്റ് ഫണ്ടിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.